റാന്നി അമ്പാടി കൊലപാതക കേസിൽ പ്രതികളുമായി പോലീസ് തെളിവെടുക്കുകയാണ്. അമ്പാടി സുരേഷിനെ കാറിടിപ്പിച്ച സ്ഥലത്ത് പ്രതികളെ എത്തിച്ചിരിക്കുകയാണ്. CK അബിലാലുണ്ട് വിവരങ്ങൾ നൽകാൻ. അബിലാല്, കേരളം ഞെട്ടിയ ഒരു കൊലപാതക കേസിലാണ് ഇപ്പോൾ പോലീസിന്റെ നടപടികൾ പുരോഗമിക്കുന്നത്. പ്രതികൾ സഹകരിക്കുന്നുണ്ടോ തെളിവെടുപ്പിനോട്? എപ്പോഴാണ് പ്രതികളെ എത്തിച്ചത്? 5 മിനിറ്റ് സമയം മാത്രമേ തെളിവെടുപ്പ് ഉണ്ടായിരുന്നുള്ളൂ. പ്രതികളുമായി പോലീസ് സംഘം മടങ്ങി. റാന്നി ടൗണിൽ നിന്ന് ഏറെക്കുറെ 5 കിലോമീറ്റർ മാറി മന്ദമരുതി എന്നുള്ള സ്ഥലത്തായിരുന്നു തെളിവെടുപ്പ്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ നല്ല തിരക്കുള്ള ഈ പ്രദേശത്ത് ഞായറാഴ്ച വൈകുന്നേരം 7 മണിയോട് കൂടിയായിരുന്നു അവസാനഘട്ട സംഭവങ്ങൾ. ഇരു ഭാഗങ്ങളായി തിരിഞ്ഞ് എത്തിയ ആറംഗ സംഘം 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് തർക്കത്തിലേർപ്പെടുകയും തമ്മിലടിക്കുകയുമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് കാറിൻ്റെ സൈഡിൽ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന അമ്പാടി സുരേഷിന് നേരെ എതിർ സംഘത്തിൽപ്പെട്ട ആൾ, അതായത് കാറിൻ്റെ ഉടമ കൂടിയായിട്ടുള്ള അരവിന്ദ് വാഹനം ഓടിച്ച് കയറ്റിയത്. അങ്ങനെ അയാളുടെ ശരീരത്തിലൂടെ കാറിൻ്റെ ഒരു വീൽ കയറി ഇറങ്ങുകയാണ് ഉണ്ടായത്. വയറിൻ്റെ ഭാഗത്ത് വലിയ പരിക്കുകളുണ്ട്. വാരിയെല്ലുകൾ പരിപൂർണമായി ഒടിഞ്ഞു. ശരീരത്തിൽ ആകെ ഉരഞ്ഞ പാടുകളുണ്ട്. അങ്ങനെ ആശുപത്രി പ്രവേശിക്കപ്പെട്ട അമ്പാടി സുരേഷ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മരണമടയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ പോലീസിനും അതോടൊപ്പം തന്നെ ബന്ധുക്കൾക്കും ലഭ്യമായ വിവരം എന്നുള്ളത് അതൊരു സാധാരണ റോഡ് അപകടത്തെ തുടർന്ന് പരിക്കേറ്റയാൾ ചികിത്സയിലിരുന്ന് മരിച്ചു എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും അതിശയപ്പെടുത്തുന്ന കാര്യമായി ഇപ്പോഴും അവശേഷിക്കുന്നത് ഈ സംഭവ സമയത്ത് അമ്പാടി സുരേഷിൻ്റെ 2 സഹോദരങ്ങൾ, അതോടൊപ്പം വിനു, വിഷ്ണു എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. സുഹൃത്ത് മഹേഷ് എന്ന് പറയുന്ന ഒരാളും ഈ സമയത്തുണ്ടായിരുന്നു. പക്ഷേ ഇവർ 3 പേരും ഈ സംഭവവുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും ആദ്യഘട്ടത്തിൽ പോലീസിനോടോ ബന്ധുക്കളോടോ ാണ്. അന്വേഷണവുമായി അവർ ഇപ്പോഴും സഹകരിക്കാത്ത ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് പോലീസ് അനൗദ്യോഗികമായി വിശദീകരിക്കുന്നത്. ഞായറാഴ്ച രാത്രി ഈ മരണം സ്ഥിരീകരിക്കപ്പെട്ടതിന് ശേഷം ബന്ധുക്കൾ ഇവരുടെ സംഭാഷണത്തിലുണ്ടായ ചെറിയ പോരായ്മകളെ ചൊല്ലി കാര്യങ്ങൾ വിശദമായി ചോദിച്ച് അറിഞ്ഞപ്പോൾ മാത്രമാണ് അത് കേവലം ഒരു റോഡ് അപകടത്തെ തുടർന്ന് പരിക്കേറ്റതല്ല, മറിച്ച് കാറിടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള വിഷയം ബന്ധുക്കൾ അറിയുന്നതും പിന്നീട് അവർ തന്നെയാണ് ഈ വിഷയം റാന്നി പോലീസിന് കൈമാറുന്നത്. തുടക്കത്തിൽ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ ഇത് സാധാരണഗതിയിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കി ഒരാളുടെ മരണത്തിനിടയാക്കി എന്നുള്ളതായിരുന്നു FIR വിശദാംശങ്ങൾ. പക്ഷേ രാത്രി തന്നെ പോലീസ് വിശദമായ വിവരങ്ങൾ ശേഖരിക്കുകയും കാർ കസ്റ്റഡി എടുക്കുകയും പ്രതികളിൽ ഒരാളെ പിടികൂടുകയും ചെയ്തിരുന്നു. പിന്നീട് സ്ഥലത്തു നിന്ന് കടന്ന 3 പ്രതികളെ ഇന്നലെ എറണാകുളത്ത് നിന്ന് പിടികൂടി അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.